ബാക്ക് ടു സൈലം ലേണിംഗ്. ശ്വേത മിസ് ആണ്. അപ്പൊ നമ്മുടെ എക്സാം ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അടിപൊളിയായിട്ട് ഓരോ ചാപ്റ്റേഴ്സ് നമ്മൾ പഠിക്കുകയാണ് അല്ലേ. അപ്പൊ മാത്സിലെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം നമുക്ക് നോക്കിയാലോ അല്ലെ. എന്തായാലും നിങ്ങൾക്ക് ഇതേ രീതിയിലുള്ളൊരു ചോദ്യം പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി തന്നെ പരീക്ഷയ്ക്ക് പോകാം കേട്ടോ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഷോപ്പിങ്ങിനായി കുട്ടികൾ എന്ത് ചെയ്തു, ഒരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിസ്മയ വാങ്ങിയ സാധനങ്ങളുടെ വിലയും എണ്ണവുമാണ് നമ്മളുടെ ഈ ഒരു പട്ടികയിൽ തന്നിട്ടത്. മക്കളെ, പട്ടികയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എന്തായാലും നമുക്ക് പരീക്ഷയ്ക്ക് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെയാണ് ഒരു പട്ടികയിൽ നിന്ന് നോക്കുക, എങ്ങനെയാണ് നമ്മൾ ക്രിയകൾ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നല്ലപോലെ നമ്മൾ അറിഞ്ഞിരിക്കുക. അപ്പൊ ഈ ഒരു പട്ടിക പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ചോദ്യം വന്നിട്ടുള്ളത്. വാങ്ങിയ സാധനം എന്ന് പറയുന്നത് കളിവണ്ടി, ബലൂൺ, പമ്പരം, ഇതൊക്കെയാണ് നമ്മളുടെ സാധനങ്ങൾ എന്ന് പറയുന്നത്. വില എത്രയാണ്? 10 രൂപ, 2 രൂപ, 5 രൂപ അല്ലെ. അതായത് ഒരു കളിവണ്ടിയുടെ വില എന്ന് പറയുന്നത് 10 രൂപയാണ്. ഒരു ബലൂണിന്റെ വില എന്ന് പറയുന്നത് 2 രൂപയാണ്. ഒരു പമ്പരത്തിന്റെ വില എന്ന് പറയുന്നത് 5 രൂപയാണ്. എണ്ണങ്ങളും തന്നിട്ടുണ്ട് അല്ലെ. കളിവണ്ടി എത്ര എണ്ണമാണ്? 4 എണ്ണമാണ് വാങ്ങിയിട്ടുള്ളത്. അതുപോലെ ബലൂണ് 7 എണ്ണവുമാണ്, പമ്പരം 6 എണ്ണവുമാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പൊ കളിവണ്ടി എത്ര എണ്ണമാണ്, കളിവണ്ടിക്ക് എത്ര രൂപയാണ് ആവുക എന്ന് നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? അതെ, നമ്മൾ 10 × 4 അഥവാ 10 × 4 നമ്മൾ ചെയ്യും അല്ലേ. 10 × 4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ 10 × 4 അഥവാ 10 × 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 10 × 4 40 മിസ്സേ എന്നറിയാം അല്ലേ. അതുപോലെ ബലൂൺ ഒരെണ്ണത്തിന് 2 രൂപയാണ്. അങ്ങനെ 7 ബലൂണുകളാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? 2 × 7 2 × 7 ചെയ്താൽ മതി. 2 × 7 എന്ന് പറയുന്നത് എത്രയാണ്? 14 ആണ്, 14 ആണ്. അതുപോലെ പമ്പരം 5 എണ്ണം, 5 രൂപയാണ് നമ്മളുടെ പമ്പരത്തിന്. അങ്ങനെ 6 എണ്ണമാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്താൽ മതിയടാ? 5 × 6, 5 × 6 എന്ന് പറയുന്നത് 30 ആണ് അല്ലേ. 30 രൂപയാണ് ആയത്. അപ്പൊ ഈ ഒരു ടേബിൾ നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. ഇനി ആകെ എത്രയാണ് വിലയായത് എന്ന് നമുക്കൊരു ചോദ്യം വന്നു എന്ന് വിചാരിക്കാം. ആ ഒരു ചോദ്യം ഇപ്പൊ മിസ് കൊണ്ടുവന്നതാണ്. അപ്പൊ നിങ്ങൾ നോക്കിക്കേടാ, അങ്ങനെ ഒരു ചോദ്യം വന്നു എന്ന് വിചാരിക്കുക. ആകെ എത്ര വിലയാണ് ആയത് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഈ 40ഉം 14ഉം 30ഉം കൂടെ കൂട്ടിയാൽ മതി അല്ലേ. 0 + 4 + 0 എന്ന് പറയുന്നത് 4 ആണ്. 4 + 1 5, 5നോട് 3 കൂട്ടിയാലോ 8. അപ്പൊ 84 ആണ് ആകെ ആയതെന്ന് കിട്ടും അല്ലേ. അപ്പൊ അതുപോലെ ഒരു ചോദ്യം കൂടെ ഉണ്ട്. അനസ് കടയിൽ നിന്നും 5 രൂപ വിലയുള്ള 3 പേന. ഒരു പേനയ്ക്ക് എത്ര രൂപയാണടാ? ഒരു പേനയ്ക്ക് 5 രൂപയാണ് വില. അങ്ങനെയെങ്കിൽ 3 പേനയുടെ വില എത്രയായിരിക്കും? 3 പെന്നിന്റെ വില എന്ന് പറയുന്നത്. അതെ, 3 × 5, 3 × 5 എന്ന് പറയുന്നത് 15 രൂപയാണ് 3 പേനയ്ക്കാവുക. ഇനിയോ 10 രൂപ വിലയുള്ള 2 ക്രയോണും വാങ്ങി. ഒരു ക്രയോണിന് എത്രയാണ്? ഒരു ക്രയോണിന്റെ വില എന്ന് പറയുന്നത് 10 രൂപയാണ്. അങ്ങനെ 2 ക്രയോണാണ് വാങ്ങിയത് അല്ലേ. 2 ക്രയോണാണ് അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ എത്ര രൂപയാകും? അതെ, 2 × 10 അത് എത്രയാണ്? 20 രൂപ അല്ലെ. 20 റുപ്പീസ് ആണ് ആവുക. ആകെ എത്ര രൂപയാണ് നമ്മളുടെ അനസ് കൊടുക്കേണ്ടി വരിക കടയിൽ എന്നായിരുന്നു നമ്മളുടെ ചോദ്യം. അപ്പൊ ആകെ എത്രയാണ് എന്ന് കണ്ടുപിടിക്കാൻ അതെ 15ഉം 20ഉം കൂടെ നമുക്ക് കൂട്ടിയാൽ മതി അല്ലേ. അപ്പൊ എന്താ ചെയ്യാ? നമുക്ക് 15ഉം 20ഉം കൂടെ കൂട്ടാം അല്ലെ. 15ഉം 20ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 5 + 0 എന്ന് പറയുന്നത് 5 ആണ്. 2ഉം 1ഉം കൂടെ കൂട്ടിയാൽ 3, 35 രൂപയാണ് ആകെ അനസ് കടയിൽ കൊടുക്കേണ്ടി വരിക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.